Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ്. അവസാനത്തെ എക്സാം മാനേജറിയൽ എക്കണോമിക്സ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എക്കണോമിക്സിൻ്റെ എക്സാം കഴിഞ്ഞാൽ ആ വീക്ക് തന്നെ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കും. സോ 5 പേപ്പറിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നാൽ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 3. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു essay കമ്പൽസറി ആയിട്ട് പ്രതീക്ഷിക്കാം. നമ്പർ 1 മൊണോപ്പൊളി, നമ്പർ 2 മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, നമ്പർ 3 ഒളിഗോപ്പൊളി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം SAക്ക് എപ്പോഴും വരുന്നതാണ്, മാറി മാറി അവരിടുന്നതാണ്. സോ ആദ്യത്തെയാണ് മൊണോപ്പൊളി. മൊണോപ്പൊളി എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഡിഫൈൻ വാട്ട് ഈസ് മൊണോപ്പൊളി, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ പ്രൈസ് ഡിറ്റർമിനേഷൻ നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആ ഒരു സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണം നമ്പർ ഇട്ടിട്ട് തരാം. നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കേട്ടോ വരാം. കോമ്പറ്റീഷൻ നിർബന്ധമായി നോക്കിയിരിക്കണം. എല്ലാ പേപ്പറുകളിലും ഇത് മാറി മാറി വരുന്നതാണ്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. പ്രൈസ് ഡിറ്റർമിനേഷൻ നോക്കാം. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒളിഗോപ്പൊളിനെ നമ്മൾ കിങ് ഡിമാൻഡ് കർവിൻ്റെ ആ ഒരു രീതിയിലും നമുക്ക് ചോദിക്കാം. ഒളിഗോപ്പൊളി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും നിർബന്ധമായി നോക്കിയിരിക്കണം. കിങ്ഡ് ഡിമാൻഡ് കർവ്, അത് കൺസെപ്റ്റ് കിങ്ഡ് ഡിമാൻഡ് കർവ്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ആ ഒരു സെയിം ഇതിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് സെയിം ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ പറയുന്ന 4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് നമുക്ക് SAക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പേപ്പറുകളിലും ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ. ഇതിപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പേഴ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പേപ്പറിൽ ഒളിഗോപ്പൊളി കണ്ടാൽ നെക്സ്റ്റ് മൊണോപ്പൊളിസ്റ്റിക്, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊണോപ്പൊളി, അതല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് നമുക്ക് SAക്ക് എക്സ്പെക്ട് ചെയ്യാൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് ആദ്യത്തെ തരാനുള്ളൊരു സജഷൻ. ഇനി ചാപ്റ്റർ നമ്പർ 2 മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നാണ് നെക്സ്റ്റ് സജഷൻ തരാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഡിഫൈൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിർബന്ധമായി നോക്കിയിരിക്കണം. അതിൻ്റെ ടൈപ്സ് കാര്യങ്ങൾ നോക്കിയിരിക്കുക. ഇലാസ്റ്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇലാസ്റ്റിസിറ്റി. ഇനി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമ്മൾ നെക്സ്റ്റ് 2 essay എന്ന് പറയും, 4 essay ഉണ്ടായില്ല, 2 എഴുതിയാൽ മതി. മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നും മൊഡ്യൂൾ നമ്പർ 3ൽ നിന്നും എന്തായാലും നമുക്ക് ഓരോ essay പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു essay ചോദ്യം എന്ന് പറയുന്നത് ഇൻഡിഫറൻസ്
വന്നിട്ടുള്ളതാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് അസംഷൻ? പ്രോപ്പർട്ടീസ് ആൻഡ് അസംഷൻസ് നിർബന്ധമായി നോക്കിയിരിക്കണം. ഇനി അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ്, അത് 5 മാർക്കിനും ചോദിക്കുക കേട്ടോ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതിൻ്റെ എക്സംഷൻസ് ഉണ്ട് അതിൻ്റെ. നിർബന്ധമായി നോക്കിയിരിക്കണം. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കൺസെപ്റ്റ് എന്തായാലും നോക്കുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മെയിൻ ചോദ്യങ്ങളാണ്. ഇനി മൊഡ്യൂൾ നമ്പർ 4 ആണ് നെക്സ്റ്റ് എസ്ഐക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. കാരണം ആ ടോപ്പിക്കുകളൊക്കെ എന്ത് എഴുതിയാലും മാർക്ക് കിട്ടുന്ന പോലത്തെ ടോപ്പിക്കുകളാണ്. ഒരു 4 ടോപ്പിക് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം മാറി മാറി വരുന്നതാണ്. വളരെ ഈസി. ശരിക്കും പറഞ്ഞാൽ എന്ത് എഴുതിയാലും മാർക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഒറ്റ വായന കൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന, ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ലാത്തൊരു ചാപ്റ്ററാണത്. അതിൽ നമ്മൾ ആദ്യത്തെ പ്രതീക്ഷിക്കുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് പോവേർട്ടി, അതിൻ്റെ കോസസ്. അത് പറയണം, കോസസ്. ദെൻ അതിൻ്റെ പോവേർട്ടി എലിവിയേഷൻ പ്രോഗ്രാംസ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്, എലിവേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, അതൊരെണ്ണം. നെക്സ്റ്റ് പോവേർട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്ലാക്ക് മണി. ഞാൻ ഒരുമിച്ച് തന്നെ തരാണ്, അല്ലെങ്കിൽ അടിയിൽ തരാം, അടുത്ത നമ്പർ ഇട്ട് തരാം. 9 ബ്ലാക്ക് മണി, പാരലൽ ഇക്കോണമി എന്ന് പറയും, ബ്ലാക്ക് മണി. ദെൻ മെഷേഴ്സ് എടുത്തിട്ടുള്ള അതിൻ്റെ കോസസ് നോക്കുക. ഇതുപോലെ തന്നെ മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സ്, അത് ഇല്ലാണ്ടാക്കാൻ. മറ്റൊരു എസ്സേ. ഇതിൽ 4 ടോപ്പിക് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർബന്ധമായി നോക്കണം. പിന്നെ കോസസ് ഓഫ് ഇനീക്വാലിറ്റി മറ്റൊരെണ്ണം. കോസസ് ഓഫ് ഇനീക്വാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ്ഡ് അല്ലല്ലോ നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത്. അതും ഈസിയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഈ 4 ഇൻഫ്ലേഷൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടി പറയാനുള്ളത് അൺഎംപ്ലോയ്മെൻറ്റ്. അതിൻ്റെ കോസസും നോക്കിയിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവേർട്ടി, ബ്ലാക്ക് മണി, കോസസ് ഓഫ് ഇനീക്വാലിറ്റി, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്. ഈ ടോപ്പിക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ജനറൽ ടോപ്പിക്സ് ആണ്. സോ ഇതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ എന്ത് രീതിയിലും മാർക്കാന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അധികം ടൈം വേണ്ട നിങ്ങൾക്ക് പഠിക്കാൻ. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് കമ്പൽസറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും കേട്ടോ. 5 ടോപ്പിക്കിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം പോവർട്ടി ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ബ്ലാക്ക് മണി, പിന്നെ ഇനീക്വാലിറ്റി, ഇൻഫ്ലേഷൻ ഓർ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിലേതെങ്കിലും 5 മാർക്കിനെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ തരാനുള്ളത് ഫീച്ചേഴ്സ്. അതും ഈസി ടോപ്പിക്കാണ്. ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കോണമി. ഇതൊക്കെ കോമൺ ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇത് രണ്ടും നോക്കാം. വളരെ ഈസിയാണ് ഇതൊക്കെ. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇടാറുണ്ട്, അതും ഈസിയാണ്. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ തരാനുള്ളത് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് IPR ആണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ട്രേഡ് റിഫോംസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് നോക്കാം കേട്ടോ.
ഇന്ത്യാസ് ട്രേഡ് റിഫോംസ്. ശരിക്കും അതിനേക്കാൾ എളുപ്പമുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്കുകളാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരിക. എക്സ്പ്ലെയിൻ ചെയ്യാനും മാർക്ക് കിട്ടാനൊക്കെ ഞാൻ ഇതുവരെ പറഞ്ഞത് നോക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നാലും വന്ന ടോപ്പിക്ക് പറയണു, എക്സ്പ്ലെയിൻ ഇന്ത്യാസ് ട്രേഡ് റിഫോംസ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ട്രേഡ് റിഫോംസ്. പഠിക്കാൻ ഏറ്റവും സുഖം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളാണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട ചോദ്യങ്ങൾ കേട്ടോ. സോ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് 4 ടോപ്പിക്കുകൾ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്സേക്ക്. മൊഡ്യൂൾ നമ്പർ 2ൽ നിന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻഡിഫറൻസ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്സേക്ക്. മൊഡ്യൂൾ നമ്പർ 4ൽ ഏറ്റവും എളുപ്പമുള്ള പോവേർട്ടി, ബ്ലാക്ക് മണി, ദെൻ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാലിറ്റി, ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്സേക്ക്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയോ നമുക്ക് പ്രതീക്ഷിക്കാം. IPR ട്രേഡ് റിഫോംസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എസ്സേക്ക് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് എന്ന് പറയുന്നത് മാനേജറൽ ഇക്കണോമിക്സ് ആണ്. മാനേജറൽ ഇക്കണോമിക്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, അതൊക്കെ ഏറ്റവും എളുപ്പമുള്ളതാണ്. കുറച്ച് നാളുകളായിട്ട് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വരാറില്ല. ചിലപ്പോൾ വന്നാൽ അത് 5 മാർക്കിൻ്റെ ആണ് കണ്ടുവരാറ്. കൂടുതൽ ഞാൻ പറഞ്ഞു ഈ രീതിയിലാണ് അവരെ എസ്സേക്ക് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറിയിട്ടിടാണ്. ഒരു പ്രാവശ്യം ഒരു ടോപ്പിക് ഇട്ടാൽ അടുത്ത പ്രാവശ്യം അടുത്ത ടോപ്പിക്ക്. ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റായിട്ട് വരുന്നൊരു പാറ്റേൺ ഇപ്പോൾ കാണുന്നില്ല. മനസ്സിലാവുണ്ടോ? ഒരു പേപ്പറിൽ ഞാൻ പറഞ്ഞു മൊണോപ്പൊളി ഇട്ടാൽ അടുത്ത പേപ്പറിൽ മൊണോപ്പൊളി, ഈ പറഞ്ഞ നെക്സ്റ്റ് 3 ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഏതായിരിക്കും വരാമെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാവുണ്ടോ? അപ്പോൾ മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിലേതെങ്കിലും ഒരു ചോദ്യം ഞാൻ പറഞ്ഞ തന്നെ ഒന്നുകൂടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻഡിഫറൻസ് കർവ്, മാർജിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. പിന്നെ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 4ൽ ഇതിലേതെങ്കിലും ഒരെണ്ണം, കേരള ഇക്കണോമി, ഇന്ത്യൻ ഇക്കോണമി, പിന്നെ IPR ട്രേഡ് റിഫോംസ്, പിന്നെ മാനേജറൽ ഇക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ അത്രത്തോളം പ്രതീക്ഷിക്കുന്നില്ല. ദെൻ ഇതല്ലാണ്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ 5 മാർക്കിൻ്റെയിലേക്കാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, WTAയും MNC ഒക്കെ കേട്ടോ. അത് ഞാൻ എസ്സേക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, കൂടുതൽ 5 മാർക്കിൻ്റെയിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ ആദ്യത്തെ. പിന്നെ ഇതായത് ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് എയിലും ബിയിലും വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല നാളെ സാറ്റർഡേ നമ്മൾ ഈവനിങ് മോസ്റ്റ്ലി 7:30ക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ള ലൈവ്, എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ 5 മൊഡ്യൂളിൻ്റെയും നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.